അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വലിയ യാത്രയുടെ അനുഭവവുമായിട്ടാണ്. ഞാൻ തിരഞ്ഞെടുത്ത ഈ യാത്ര വെറുമൊരു നടപ്പല്ല, മറിച്ച് ചിന്തയുടെയും അറിവിൻ്റെയും ഒരു വലിയ ലോകത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിലെ എൻ്റെ വഴികാട്ടി മഹാനായ ചിന്തകൻ, എഴുത്തുകാരൻ, പണ്ഡിതൻ സയ്യിദ് അബുൽ അഅല മൗദൂദിയാണ്. എന്നോടൊപ്പം ഈ യാത്രയിലേക്ക് ഞാൻ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരാണ് അബുൽ അഅല മൗദൂദി? 1903 സെപ്റ്റംബർ 25 ഇന്ത്യയിലെ ഔറംഗാബാദിലാണ് മൗലാന മൗദൂദി ജനിച്ചത്. അദ്ദേഹം ഒരു നല്ല മതവിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. ചെറുപ്പം മുതലേ വായിക്കാനും പഠിക്കാനും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അദ്ദേഹം അറബി, പേർഷ്യൻ, ഇസ്ലാമിക പുസ്തകങ്ങൾ പഠിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണെന്നോ, അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്? ഇസ്ലാമിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മൾ എങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കണം എന്നതിനെ കുറിച്ച്. മൗലാന മൗദൂദിയുടെ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് അറിയാമോ? അതാണ് തഫ്ഹീമുൽ ഖുർആൻ. അതെ, ഖുർആനിനെ മനസ്സിലാക്കുക. നമ്മുടെ ഷെരീഫായ നമ്മുടെ കിതാബായ ഖുർആൻ ഷെരീഫിൻ്റെ ഒരു വിശദീകരണമാണ് തഫ്ഹീമുൽ ഖുർആൻ. ഇത് വായിക്കുന്നതിലൂടെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം എന്താണെന്ന് മനസ്സിലാക്കാം. കൂട്ടുകാരെ, 30 വർഷം സമയമെടുത്താണ് മൗദൂദി ഇത് എഴുതി തീർത്തത്. അദ്ദേഹത്തിൻ്റെ 30 വർഷക്കാലം ഇതിനായി ഉപയോഗിച്ചു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും എത്ര വലുതാണെന്ന്. മൗദൂദി സാഹിബ് നമ്മുടെ ലോകത്തിന് നൽകിയ കുറെ നല്ല ആശയ സന്ദേശങ്ങളുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇസ്ലാം ഒരു ജീവിത രീതിയാണ്. നമസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമല്ല. നമ്മൾ കളിക്കുമ്പോൾ സത്യം പറയുന്നതും ഉമ്മയെ സഹായിക്കുന്നതും സ്കൂളിൽ നന്നായി പഠിക്കുന്നതും ഇതെല്ലാം ഇസ്ലാം ആണ്. നാം നമ്മുടെ ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പണക്കാർക്കും പാവപ്പെട്ടവർക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ നീതി ലഭിക്കണം. കള്ളം പറയരുത്, ചതിക്കരുത്, സത്യസന്ധതയോടെ ജീവിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്നും ആ മഹാനായ പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് പുസ്തകങ്ങൾ ഇന്നും ആളുകൾ പല ഭാഷകളിലായി വായിക്കുന്നു. ഇസ്ലാമിൻ്റെ നല്ല നല്ല ചിന്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 1941 അദ്ദേഹം സ്ഥാപിച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഇന്നും പ്രവർത്തിക്കുന്നു. മൗലാന മൗദൂദിയാണ് അതിൻ്റെ ആദ്യത്തെ അമീർ. വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഖുർആൻ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സഹായിക്കുന്നു.
നാം എന്ന പദവി നമ്മുടെ ജീവിതത്തിൽ നാം എന്ന പദവി നല്ല മാതൃക സ്വന്തം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ നല്ല മാതൃക പിന്തുടരാൻ ശ്രമിക്കാം എന്ന ദുആയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.